ശ്രദ്ധയില്ലാതെ തക്ബീർ ചൊല്ലുന്നത് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ശ്രദ്ധയില്ലാതെ തക്ബീർ ചൊല്ലുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിയ്യത്തില്ലാതെ എന്നല്ല. നിയ്യത്തൊക്കെ ഉണ്ട്, പക്ഷേ തക്ബീറിന്റെ വാചകം അല്ലാഹു അക്ബർ, അല്ലാഹു എന്ന അക്ഷരം അത് തൊണ്ടയുടെ അങ്ങേ തലയിൽ നിന്നാണ് മൊഴിയേണ്ടത്. അല്ലാഹ് അല്ലാഹ് അക്ബർ, അതിൻ്റെ അ എന്ന അക്ഷരവും തൊണ്ടയുടെ അങ്ങേ തലയിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോ അല്ലാഹു അക്ബർ. അപ്പൊ അല്ലാഹു അക്ബർ എന്ന അ, അതിൽ ആദ്യത്തെ അ എന്ന അക്ഷരം അല്ലാ എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും ഒഴിയും. എന്നാൽ രണ്ടാമത്തെ അ എന്ന അക്ഷരം പലരും ഉച്ചരിക്കുമ്പോൾ ആ എന്നതിന് പകരം വ എന്നായി പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. വ പല ആളുകളും തക്ബീർ ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പൊ അല്ലാഹു എന്നതിന് ശേഷം വ എന്ന വാവാണ് ഉച്ചരിച്ചത്. അത് തക്ബീറാവൂല, അവിടെ ഉച്ചരിക്കേണ്ടത് അ എന്നാണ്. അപ്പൊ അല്ലാഹു അക്ബർ, കൈ അല്ലാഹു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൈ പൊക്കൽ തുടങ്ങണം, അത് ചുമല് വരെ പൊങ്ങണം. പൊങ്ങിക്കഴിയുമ്പോഴേക്ക് തക്ബീർ തീരണം. അങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ, പിന്നെ മെല്ലെ കൈ താഴ്ത്തി പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധം 3 വിരൽ തണ്ട കൈയിന്റെ മേലെ വെച്ചിട്ട് 2 വിരൽ 2 സൈഡിലാക്കി അങ്ങനെയും ആകാം. അല്ലാതെ തള്ള വിരലൊരു ഭാഗത്തും ബാക്കിയുള്ളത് മറ്റൊരു സൈഡിലുമായിട്ട് അങ്ങനെയും ആകാം. എന്നിട്ട് നമ്മൾ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന് ചുവടെ കൈ വെക്കണം. ഇതാണ് തക്ബീറിന്റെ രൂപം. ഇതിൽ കൈവെക്കുക എന്നത് സുന്നത്താണ്. ഇതുപോലെ ഈ മണിക്കണ്ണം പിടിക്കുന്ന രൂപത്തിലാവുക എന്നത് സുന്നത്താണ്. ഉയർത്തുക എന്നത് സുന്നത്താണ്. ഉയർത്തി കഴിയുമ്പോൾ തക്ബീർ തീരുക എന്നത് സുന്നത്തായ രൂപമാണ്. തക്ബീർ കഴിഞ്ഞിട്ട് താഴ്ത്തി വെക്കുക എന്നത് സുന്നത്തായ രൂപമാണ്. ഒക്കെ സുന്നത്തുകളാണ്. അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കും. ഓരോ സുന്നത്തിനും പ്രതിഫലം ലഭിക്കും. എന്ന നിർബന്ധമായ സംഗതിയാണ് മിഫ്താഹുഹ തക്ബീറു വതഹ്ലീലുഹ തസ്ലീമു. നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ ചാവി, അതിൻ്റെ താക്കോല് അത് തക്ബീറാണ്. തക്ബീറിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് ളുഹർ നിസ്കരിക്കുമ്പോൾ മനസ്സിൽ കരുത്ത് വേണം. അതിൻ്റെ പുറമെ സാധാരണ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത് പോലെ ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് തിരിഞ്ഞ് ഞാൻ നിസ്കരിക്കുന്നു. ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ എന്തായാലും കരുതണം. അങ്ങനെ അതെല്ലാം നമ്മളെ നിയ്യത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അതെല്ലാം തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് ഒന്ന് മൊഴിഞ്ഞ് പറയുന്നതും നല്ലതാണ്. ഏതായിരുന്നാലും നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ആ തക്ബീർ ചൊല്ലൽ നിസ്കാരത്തിന്റെ ഫർളാണ്. ആ തക്ബീർ ശ്രദ്ധിക്കാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോയാൽ നമ്മളെ നിസ്കാരം ബാത്തിലായി പോയി. അപ്പൊ ഇത് പലർക്കും ശ്രദ്ധിക്കാതെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു പിഴവാണ്.